ഇവിടെ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന ചടങ്ങ് കഴിയുമ്പോൾ ഞാൻ ആലോചിച്ചത്, ഞാൻ സ്കൂൾ സമയത്ത് വായിച്ചിട്ടുള്ള ചെറിയൊരു കഥയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സംഭവത്തെക്കുറിച്ച്. അത് ബഹുമാനപ്പെട്ട നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള എല്ലാവരും പ്രിയപ്പെട്ട ഗാന്ധിജിയെക്കുറിച്ചുള്ളൊരു കഥയാണ്. പക്ഷേ സംഭവം നടന്ന സംഭവമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗാന്ധിജിയുടെ അടുത്ത് ഒരു ദിവസം ഒരു അമ്മയും കുട്ടിയും വരികയാണ്. എന്നിട്ട് അമ്മ ഗാന്ധിജിയുടെ അടുത്ത് പറയുന്നു, എൻ്റെ കൂടെയുള്ള മോൻ, എൻ്റെ മകൻ ഭയങ്കരമായിട്ട് മധുരം കഴിക്കുന്നൊരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ പല്ലെല്ലാം ഒന്ന് മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗാന്ധിജി തന്നെ ഇതിനെ ഉപദേശിച്ച് ഈ കാര്യം മധുരം കുറവ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപദേശം കൊടുക്കണമെന്നുള്ളൊരു റിക്വസ്റ്റായിട്ടാണ് അമ്മ വരുന്നത്. അമ്മ കുട്ടിയും കൂട്ടി വരും. അപ്പോൾ ഗാന്ധിജി പറയുന്നു, ഒരു കാര്യം ചെയ്ത് നിങ്ങൾ പോയിട്ടൊരു 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വരാൻ പറയും. എന്താണ് സംഭവം എന്നറിയാതെ അമ്മയും കുട്ടിയും തിരിച്ചു പോകുന്നു. 2 ആഴ്ച കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും ഇതേ കാര്യം പറഞ്ഞുകൊണ്ട് ഗാന്ധിജിയുടെ മുന്നിലെത്തും. അപ്പോൾ ഗാന്ധി ആ സമയത്ത് അന്ന് ആവശ്യപ്പെട്ടു, 2 ആഴ്ച മുന്നേ അമ്മ എന്താണോ ആവശ്യപ്പെട്ടത് അതേ കാര്യം കുട്ടിയുടെ അടുത്ത് പറയുകയാണ്. മധുരം കഴിക്കുന്നത് കുറയ്ക്കണം, ചോക്ലേറ്റും മിഠായികളും കഴിക്കുന്നത് കുറയ്ക്കണം, കാരണം നല്ല രോഗങ്ങളടക്കമുള്ള പ്രശ്നങ്ങൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുകയാണ്. കുട്ടി ഇതെല്ലാം കേട്ട് അതനുസരിക്കാമെന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കും. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മയ്ക്കാണ് സംശയം വരുന്നത്, എന്തുകൊണ്ടാണ് ഗാന്ധിജി ഇങ്ങനെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ ഉപദേശം കൊടുക്കാൻ തയ്യാറാണ്, എന്തുകൊണ്ട് ഈ കാര്യം അതിൽ വന്ന സമയത്ത് തന്നെ പറഞ്ഞില്ലായിരുന്നു. ഇതേ ചോദ്യം ഗാന്ധിയോട് ചോദിക്കുമ്പോൾ പറയുന്ന ഉത്തരം, ഞാനും അധികം മധുരം കഴിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഉപദേശിക്കുന്നതിന് മുമ്പ് എൻ്റെ മധുരം കഴിക്കുന്ന സ്വഭാവം മാറ്റിവെച്ചാൽ മാത്രമാണ് എനിക്ക് ഉപദേശം കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് പറയാൻ കാരണം, ഇന്ന് വായനാ ദിനമാണ്. വായനാ ദിനത്തിൽ നമ്മൾ വിവരിക്കാനുള്ള വേദികളിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത് ഏറ്റവും കൂടുതൽ വായിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇന്നത്തെ ഒരു